9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറയിലെ അപകടത്തിൽ നടുങ്ങി കേരളം. മരിച്ചവരിൽ മലപ്പുറം വളാഞ്ചേരി പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരിയും ഒരു കുട്ടിയും. മൃതദേഹങ്ങൾ കോയമ്പത്തൂരിലെ ജില്ലാ ആശുപത്രിയിലാണിപ്പോൾ. 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ഉണ്ട് പൊള്ളാച്ചിയിൽ നിന്നൊപ്പം നിഖിൽ പ്രമേഷ് പൊതുദർശനം നടക്കുന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന്. ആദ്യം നമ്മൾ നിഖിലേക്കാണ്. നിഖിൽ, ഇപ്പോൾ 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, ദാരുണമായ ആ അപകടത്തെ ഉൾക്കൊള്ളാൻ ഈ നാടിന് പാങ്ങിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത്രയധികം വേദനയോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 6 മണിയോടുകൂടി ആ വിവരം, ആ ദുഃഖവാർത്ത ഈ നാടിനെ തേടിയെത്തുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ വിദ്യാലയത്തിലാണ്. ഈ 9 പേർക്കും അന്ത്യയാത്ര നൽകുന്നതിനായി എത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമൊക്കെയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവർ 9 പേരെയും അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലങ്ങളിലായിരിക്കും കിടത്തുക. ഇവിടെ വന്ന് അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, അതായത് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്ക്, അവർക്കെല്ലാം അവസാനമായി ഒരു നോക്ക് അധ്യാപകരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. അവരുടെ സ്കൂളിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാലാണ്, സ്ഥല സൗകര്യങ്ങളില്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമ്പോഴേക്കും ഒരുപാടധികം വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ അറിയിച്ചിരുന്നത് പ്രകാരം 4 മണിയോടുകൂടി പൊള്ളാച്ചിയിൽ നിന്ന് പുറപ്പെടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ, ജനപ്രതിനിധികളൊക്കെ പങ്കുവച്ചിരുന്നത്. എന്നാൽ മൃതദേഹം ഇതുവരെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് എത്തിക്കാൻ, പാങ്ങിലേക്ക് എത്തിക്കാൻ ഇനിയും ഒരുപാട് സമയം വൈകിയേക്കും എന്നാണ് അറിയുന്നത്. എന്നിരിക്കെ പോലും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണാൻ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തും എന്ന് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഇത്രയധികം ഒരു സ്ഥല സൗകര്യമുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നലെ പുലർച്ചെ ഏതാണ്ട് ഈ ഒരു സമയമൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടിയൊക്കെ വളരെ സന്തോഷപൂർവ്വം ഈ സ്കൂളിൽ നിന്ന് യാത്രയായ 14 പേരായിരുന്നു അവർ. അതിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. എല്ലാ വർഷവും ഇതുപോലൊരു യാത്ര അവർ നടത്താറുണ്ട്. തങ്ങളുടെ ഈ ഒരു 11 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അധ്യയന കാലഘട്ടമൊക്കെ പൂർത്തിയാക്കി, അത്രയും നാൾ കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ട് വാല്യൂഷനൊക്കെ പൂർത്തിയാക്കി, ഇനി തങ്ങൾക്ക് വേണ്ടി ഒരു അല്പസമയം എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ഉല്ലാസത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സാധാരണ മുഴുവൻ അധ്യാപകരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. 2 വിദ്യാലയങ്ങളിൽ നിന്നുള്ള മുഴുവൻ അധ്യാപകരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് പോകാറ്. 3 പേർക്ക് ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലവിധ കാരണങ്ങൾ കൊണ്ട് 3 പേർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ആ 3 പേർ വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ നമ്മളോടൊക്കെ സംസാരിച്ചത്. അവർ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ നോവും വേദനയും ഒക്കെ അവരുടെ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഏതാണ്ടൊരു നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം, ചേട്ടാ എത്ര മണിയോട് കൂടിയിട്ട് ഇപ്പോൾ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്? എന്തായാലും 7 മണിയോട് കൂടിയിട്ട് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ. അവിടെ നിന്ന് ഇതുവരെ പോന്നിട്ടില്ല. അപ്പോൾ 7 മണിക്ക് എത്താറുള്ളൂ. 5 മണിയിലായിട്ടുള്ളൂ. എന്തായാലും ഫാസ്റ്റായി റോഡൊക്കെ കാലില്ലേ, എന്നാൽ പ്രത്യേകിച്ച് ആംബുലൻസുകളല്ലേ, ഒക്കെ സർക്കാർ ആംബുലൻസ്. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാ ആളുകളും, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ എത്ര സമയം എന്ന് ക്രമീകരിച്ചിട്ടുണ്ടോ? 1 മണിക്കൂർ എന്നാ പറഞ്ഞത്. 1 മണിക്കൂർ. അത് കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക്, അതെ കബർസ്ഥാനങ്ങൾക്കും അവരുടെ വീട്ട് സൗകര്യങ്ങൾക്കും വീടുകളിൽ പോയിട്ട് പിന്നെ പള്ളികളിലേക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമാവധി 1 മണിക്കൂർ സമയമായിരിക്കും ഈ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു അപകടത്തിലൂടെ മരിച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം ഈ പൊതുദർശനത്തിന് അനുവദിക്കുക എന്നുള്ളത് ഒരുപക്ഷെ സാധ്യമാകുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. എന്നിരിക്കെ പോലും കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ കാണുന്നതിന്, തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ഈ നാട് ഉറങ്ങിയിട്ടില്ല. രാത്രിയിലെല്ലാം തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആളുകളൊക്കെ തന്നെ. ഇപ്പം എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? അവിടുന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള വിവരങ്ങൾ, അവിടെ ഏകദേശം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുന്നുള്ളതാണ് നമുക്ക് ഇപ്പം അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ അവിടുന്ന് പോകുന്നുള്ള ആളുകളൊക്കെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ നമ്മൾ 8 ആ റേഞ്ചിലാണ് നമ്മളിവിടെ അവരെ കാണുന്നത്, അത് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ ഇവിടെ പൂർത്തീകരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 മണിക്കൂർ 1 മണിക്കൂറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇതിനനുസരിച്ചും കൊണ്ട് ഉണ്ടാവും. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടാവുന്നു.
ഇവിടെ അടുത്താണോ ഈ ആളുകളുടെയൊക്കെ വീടുകളൊക്കെ അടുത്ത്? അതിൽ 2 ടീച്ചേഴ്സിന്റെ വീടാണ് കുറച്ച് കുളത്തൂരും പുലാമന്തോളും ഒക്കെ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഈ പാങ്ങ് പ്രദേശത്തുള്ള തന്നെയാണ്. രക്ഷിതാക്കളും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പരമാവധി 1 മണിക്കൂർ സമയം ഇവിടെ പൊതുദർശനം നടത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ഇത് ഒരുക്കുന്ന ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാഴ്ച അമൽ, വൈകിട്ട് മുതൽ ഈ അപകട വിവരം അറിഞ്ഞത് മുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വിദ്യാലയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ, തങ്ങൾ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞ വാർത്തകൾ ശരിയാണോ എന്നറിയാതെ വളരെ വേദനയിൽ, ദുഃഖത്തിൽ ഈ സ്കൂളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. അവർക്കെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട ആളുകളായിരുന്നു ഈ മരിച്ച 9 പേരും. അവർക്കെല്ലാം തന്നെ വൈകാരികമായിട്ടുള്ള അടുപ്പവും സ്നേഹവുമുള്ള ആളുകളായിരുന്നു ഇവരെല്ലാവരും. ഒരു LP സ്കൂൾ എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ അറിയാവുന്ന, ആളുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന വിദ്യാലയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു അടുപ്പം അവിടെയുള്ള അധ്യാപകരുമായൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 9 പേരുടെ വിയോഗം എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു നമുക്ക് ഇന്നലെ ആ സ്കൂൾ പരിസരത്തെല്ലാം കാണാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ഇന്ന് പൊതുദർശനം കൂടി നടക്കുമ്പോൾ അത് അത്രമേൽ വൈകാരികമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അവരെ ഒരുമിച്ച് യാത്രയായ ആ 9 പേരെ, 14 പേർ ഒരുമിച്ച് യാത്ര പോയി അതിൽ 9 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. ആ 9 പേരെ അവർ അവസാനമായി നാട്ടിലേക്ക് വരുമ്പോൾ ആ യാത്ര, ഒന്നിച്ചുള്ള മടക്കയാത്ര കാണാൻ കഴിയാതെ തേങ്ങലോടുകൂടി കാത്തിരിക്കുകയാണ് ഈ നാട്. സർക്കാർ ഒരുക്കിയിട്ടുള്ള, തമിഴ്നാട് സർക്കാർ ഒരുക്കിയിട്ടുള്ള ആംബുലൻസിലാണ് 9 പേരും നാട്ടിലേക്ക് തിരികെ വരിക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചടങ്ങുകളും എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. അമൽ, ശരി, നിഖിൽ സൂചിപ്പിച്ചതുപോലെയാണ് ജീവിതത്തിന്റെ ഓരോ വർഷത്തെയും 10 മാസക്കാലവും അവർ വിദ്യാർത്ഥികൾക്കൊപ്പം ചെലവഴിക്കുന്നവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കി, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി ചെലവഴിക്കുന്നു. 2 മാസത്തെ ഇടവേള മാത്രമാണ് അവർക്കുള്ളത്. ആ സമയത്താണ് അവർ ഒരുമിച്ചൊരു വിനോദയാത്ര പോയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. അങ്ങനെ ആ ഉറ്റവർ വിടവാങ്ങിയതിൻ്റെ, പെട്ടെന്ന് വിട പറഞ്ഞതിൻ്റെ ആ നടുക്കത്തിലാണ് ആ നാടിപ്പോഴും. പാലൂർ പരുത്തിയിൽ അജിത, പ്രധാന അധ്യാപിക, റംല, സുഹ്റ, ആശ, മജീദ്, സജിത, ഷക്കീല, റുക്കിയ, ഹിഷാം എന്നീ 9 പേരാണ് ഈ വിനോദയാത്രയിലെ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. എന്തായാലും ആ നാട് ഏറെ നടുക്കത്തിലാണ് ഇപ്പോഴും. അത് വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നിഖിൽ ഇപ്പോൾ നമ്മളോട് ഇക്കാര്യങ്ങൾ വിവരിച്ചതും. എന്തായാലും 7 മണിയോടുകൂടി മൃതദേഹങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമായിരിക്കും പൊതുദർശനം. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, പൊതുദർശനം ഏതാണ്ട് 1 മണിക്കൂറോളം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, മൃതദേഹങ്ങൾ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്, അമ്പലപ്പടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് 1 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനം എന്നുള്ളതാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു അപകട മരണമാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുടുംബങ്ങൾക്കും പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ പൊതുദർശനം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അത് പൂർത്തിയാക്കി അവരവരുടെ വീടുകളിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. ഇവിടെ നിന്ന് നേരെ അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. തുടർന്ന് വീട്ടിൽ ഈ ആളുകൾക്ക്, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ മൃതദേഹങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കും. അതിനുശേഷമാണ് പള്ളികളിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോവുക. അത് കുടുംബങ്ങളുടെ താല്പര്യപ്രകാരം അവരായിരിക്കും അത് ക്രമീകരിക്കുക, അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ വീടുകളിൽ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആളുകളൊക്കെ വളരെ വൈകിയാണ്, ഈ കുടുംബാംഗങ്ങളൊക്കെ വളരെ വൈകിയാണ് മരണവിവരമൊക്കെ അറിഞ്ഞത്. പലരോടും ഈ മരണവിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല. പല കുടുംബങ്ങളും അത് അറിഞ്ഞിരുന്നില്ല. വൈകിട്ടോടുകൂടി ഒരു അപകടം സംഭവിച്ചു എന്നാണ് ഈ കുടുംബങ്ങളൊക്കെ അറിയിച്ചിരുന്നത്. പക്ഷെ വളരെ വൈകിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇനി ഈ ലോകത്തില്ല എന്നുള്ള വിവരം അവർ ഉൾക്കൊള്ളുന്നത്. അപ്പോഴും ഈ കേട്ട വാർത്തകളൊന്നും ശരിയായിരിക്കില്ല എന്നുള്ള പ്രാർത്ഥനകളിലായിരുന്നു ആ ഒരു നാടൊട്ടുക്കെ. പക്ഷേ അല്പം കൂടി സമയം കഴിയുന്തോറും കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാവുകയുണ്ടായി. പിന്നീട് ആശുപത്രിയിലേക്ക് ഈ നാട്ടിൽ നിന്ന്, പാങ്ങിൽ നിന്ന് ഒരുപാട് ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ അവിടേക്ക് പോയി. മൃതദേഹങ്ങൾ നേരിൽ കണ്ടാണ് അവർ ഓരോരുത്തരുടെ
രണ്ടുപേരുടെയും മരണങ്ങൾ സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹങ്ങൾ മാറ്റിയത്. അങ്ങനെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ ശേഷം ഓരോ മൃതദേഹമായി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മാറ്റുകയും അതിനുശേഷം അത് പൂർത്തിയാക്കി ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ആംബുലൻസുകൾ കേരളത്തിലേക്ക് പുറപ്പെടും. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അധ്യയന കാലഘട്ടം പൂർത്തിയാക്കി ഇനി വരുന്ന കുട്ടികളെ, പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സന്തോഷത്തോടു കൂടി അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് പാട്ടുകൾ പാടിക്കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, അവർ കുറുമ്പ് കാണിക്കുമ്പോൾ അവരുടെ വഴക്ക് പറയാൻ വേണ്ടി, അതിനൊക്കെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ അവരുടെ ഈ അധ്യയന കാലത്തിന്റെ ഒരു സമ്മർദ്ദമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി പോയ ഒരു യാത്രയാണ് ഒടുവിൽ ഇത്രയധികം വേദന നിറയ്ക്കുന്ന, കണ്ണീര് നിറയ്ക്കുന്ന ഒരു യാത്രയായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസുകൾ കേരളത്തിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിവിടെ എത്തുന്ന മുറയ്ക്ക് പൊതുദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധിക സമയം ഇപ്പോൾ ഈ അതിരാവിലെ ആയതുകൊണ്ടും ആംബുലൻസുകളാണ് എന്നുള്ളത് കൊണ്ടും അധിക സമയം യാത്രയ്ക്ക് വേണ്ടി എടുക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. ആളുകൾക്കും, ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം, ഏതാണ്ട് 1 മണിക്കൂർ സമയമേ പൊതുദർശനം ഉണ്ടാകൂ എന്നുള്ളത് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ല. അപ്പോൾ ആളുകൾ എത്തുന്ന മുറയ്ക്ക് തന്നെ, മൃതദേഹങ്ങൾ എത്തുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ആളുകൾ നിറയും. പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷം 1 മണിക്കൂർ കൊണ്ട് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്യന്തം ദാരുണമായ, അത്യന്തം ദുഃഖം നിറയുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഈ പാങ്ങ് എന്ന കുഞ്ഞു ഗ്രാമത്തെ തേടിയെത്തിയിട്ടുള്ളത്. ഈ LP സ്കൂളിൽ അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ അടുപ്പം നാട്ടുകാരുമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് വെച്ച് പുലർത്തിയിരുന്നതാണ്. ഇവിടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ, കലോത്സവം പോലെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവർക്ക് എല്ലാ സഹായങ്ങളുമായി എത്തിയിരുന്നത് നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ വളരെ നല്ല അടുപ്പം ഈ സ്കൂളിലെ അധ്യാപകർ വെച്ച് പുലർത്തിയിരുന്നു. ഇപ്പോൾ ഞാനുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്ക് പോലും ഈ LPയിലെ അധ്യാപകരുമായി വളരെ നല്ല സൗഹൃദമാണുള്ളത്. ഒരേ സബ് ജില്ലയിൽ വരുന്ന ആളുകളാണ്. അവർക്ക് ഈ പരിപാടികൾക്ക് മറ്റും കലോത്സവങ്ങൾക്കും മറ്റുമൊക്കെ പോകുമ്പോഴെല്ലാം അവർ ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വളരെ വൈകാരികമായിട്ടുള്ള അടുപ്പമാണ് ഈ മരണപ്പെട്ട ആളുകളോടൊക്കെ ഉള്ളത്. അല്പസമയം മുൻപ് ഒരു അധ്യാപകൻ അവിടെ കണ്ടിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൽ പഠിപ്പിച്ച് ഇപ്പോൾ ആ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പോലും ഇന്നലെ രാത്രി മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിലനിൽക്കുകയായിരുന്നു. അതൊക്കെ ഈ അധ്യാപകരുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമാണ്, ഒരു ആഴമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓർക്കുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ വൈകിട്ടോടു കൂടി നാടിനെ തേടി എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് വിട നൽകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആ മനുഷ്യർക്ക് 9 പേർക്ക് ഈ നാട് വിട നൽകാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അധികം വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകളും ഉണ്ടായേക്കും എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ അറിയിക്കുന്നത്. ഇവിടെ നിന്ന് ഈ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചാൽ അവിടെയും ഏറ്റവും അടുത്ത ആളുകൾക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നേരെ പള്ളികളിലേക്കാണ്, വിവിധ പള്ളികളിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ കൂടി നടക്കും. നമ്മൾ പ്രധാനമായും ഇനി ഓർക്കേണ്ടത് ഈ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മടങ്ങി വരുന്ന കുട്ടികളെ കുറിച്ചാണ്. അവർ മടങ്ങി വരുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ട കുറേ അധ്യാപകർ ഇവിടെ ഇല്ല. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്ന, പാട്ടുകൾ പാടിക്കൊടുത്തിരുന്ന, അവർക്ക് ക്ലാസ്സിൽ അവർക്ക് നിരന്തരം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന, അവർക്കൊപ്പം കളിക്കാൻ പോയിരുന്ന കുറേ നല്ല മനുഷ്യർ, അധ്യാപകർ കൂടെ ഇല്ല എന്നുള്ളത് ഓർക്കുമ്പോൾ ആ കുട്ടികൾ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക അജിത ടീച്ചർ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. അവരെല്ലാവരും ഈ ഒരു സ്കൂളിന് ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകളാണ്, വളരെ അടുത്തുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം, ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇന്നലെ രാത്രി പാങ്ങ് സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ അധ്യാപകരെ വളരെ നന്നായി അറിയാം. ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ അറിയാം. അത്തരത്തിലുള്ള ബന്ധം ഓരോരുത്തരുമായും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആളുകളൊക്കെ ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ, ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ പഴയ സൗഹൃദങ്ങൾ ഇവിടെ ഇല്ല. 9 പേരുടെ ജീവനാണ് ഒരൊറ്റ അപകടത്തിലൂടെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ യാത്ര തന്നെ നോക്കൂ, എത്ര മനോഹരമായാണ് അവർ സംഘടിപ്പിക്കപ്പെട്ടത്. ആ സ്കൂളിൽ അവർക്കൊപ്പം ജോലി ചെയ്യുന്ന, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിയടക്കം ആ യാത്രയുടെ ഭാഗമാണ്. അവരുടെ കുട്ടിയടക്കമായ യാത്രയുടെ ഭാഗമാണ്. അങ്ങനെ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ അവർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോയി വന്നൊരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ഒടുക്കമാണ് ഇത്രയധികം വേദന നിറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ആർക്കും തടയാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.
എന്തായാലും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഈ നാടിനെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകൾ ഷാരിഖ് നവാസ് കൂടിയുണ്ട് പൊള്ളാച്ചിയിൽ നിന്ന്. ഷാരിഖിലേക്ക് കൂടി പോവാം. ഷാരിഖ്, ഇപ്പോൾ 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതായാണ് നമ്മൾ അറിയുന്നത്. എപ്പോഴായിരിക്കും ഇവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക? എപ്പോഴായിരിക്കും നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക? അമൽ, ഈ വാൾപ്പാറയിലെ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ഇന്നലെ 12:30 ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. 1 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നു. അത്തരത്തിൽ 4 മണിയാകുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം, അതായത് മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇസ്ലാം മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പള്ളിയിൽ വെച്ച് നടത്തുകയാണ്. അത്തരത്തിൽ അത് കഴിഞ്ഞ ഒരു 5 ആംബുലൻസ്, ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 5 ആംബുലൻസ് മലപ്പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ ഹൈവേ നിന്ന്, അതായത് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഹൈവേ ആണ് ഇത്. ഈ വഴിയാണ് ഇവർ പോകുക. അത്തരത്തിൽ മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച 5 മൃതദേഹങ്ങളും ഇപ്പോൾ പള്ളിയിൽ വെച്ച് മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ഇനി 4 മൃതദേഹങ്ങളും കൂടി അത്തരത്തിൽ ഇസ്ലാം മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്കായി അവിടെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം 9 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടും, പൊള്ളാച്ചിയിൽ നിന്ന് പുറപ്പെടും. ഇന്നലെ രാത്രിയോടുകൂടി, അതായത് 4 മണിയോടുകൂടി തന്നെ 9 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ഇതിനായി തമിഴ്നാട് സർക്കാർ വലിയ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയത്. 5 ഡോക്ടർമാരെ അധികമായി ചുമതല ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു 3 മണിക്കൂർ ഇടയിൽ തന്നെ ഈ 9 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു. ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങളെല്ലാം മലപ്പുറം പാങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ എല്ലാം തയ്യാറെടുപ്പുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം 4 മൃതദേഹങ്ങൾ കൂടെ പള്ളിയിൽ വെച്ച് ഇസ്ലാം മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. കുളി ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ പൂർത്തീകരിക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരുമിച്ച് 9 മൃതദേഹങ്ങളും പോലീസിൻ്റെ അകമ്പടി ഓടുകയാണ് ഈ മലപ്പുറത്തേക്ക് പോവുക. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എപ്പോഴായിരിക്കും ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോകുക? അരമണിക്കൂറിന് ശേഷം കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം ഇസ്ലാം ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ തന്നെ പൂർത്തീകരിച്ചു. ഇപ്പോൾ 4 മൃതദേഹങ്ങളും കൂടെ വരാനുണ്ട്. അതെ, ബാക്കി വരാനുണ്ട്. ബാക്കി വന്നിട്ട് ഒന്നിച്ച് ഇവിടുന്ന് പോകും. ഏകദേശം അരമണിക്കൂറിന് പോകേണ്ടതാണ്. അവിടെ എത്ര മണിക്കായിരിക്കും എത്തിച്ചേരാൻ? അവിടെ ഏകദേശം 9 മണിക്ക് എത്തുന്നതാണ് പറഞ്ഞത്. പിന്നെ റോഡ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാം. പോലീസ് അകമ്പടിയോടെയാണ് പോകുന്നത് പറയുന്നത്. അപ്പോൾ വലിയ തടസ്സങ്ങൾ ഉണ്ടാവില്ല. 9 മണിയോടുകൂടി പൊതുദർശനത്തിന് എത്തുന്ന പോലെ അവിടെ എത്താൻ പറ്റും. ബന്ധുക്കളാണോ? അത് അടുത്തുള്ള വീട്ടുകാരാണ്. അത്തരത്തിൽ മരിച്ചവരുടെ അയൽവാസികളും ബന്ധുക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവർ ഈ പോകുന്നതിനായി എല്ലാ തയ്യാറെടുപ്പും എടുത്തു കഴിഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഇനി 4 മൃതദേഹങ്ങളും കൂടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കാനുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഈ ഹൈവേയിൽ വെച്ചാണ് ഒരുമിച്ച് 9 ആംബുലൻസുകളിലായി തമിഴ്നാട് സർക്കാരിൻ്റെ 9 ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ പാങ്ങിലേക്ക് കൊണ്ടുപോകുക, അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുക. ഇന്നലെ വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, വലിയ ഉത്സാഹത്തോടെ വന്ന ഒരു വിനോദസഞ്ചാര സംഘമാണ് ഇപ്പോൾ ജീവനില്ലാതെ മലപ്പുറം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. വലിയൊരു ദുഃഖകരമായ കാഴ്ച തന്നെയാണ്. കാരണം ഇന്നലെ എല്ലാം നമ്മൾ ആശുപത്രിയിൽ കണ്ടത് അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ്. 13 അംഗ സംഘത്തിലെ 9 പേരും മരിച്ചു. 4 പേർ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. അതിൽ 4 പേരും ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അതിൽ ഒരു കുട്ടി മാത്രമാണ് പൂർണ്ണമായും അപകടനില തരണം ചെയ്തത്. എന്ന് പറയുന്ന 11 വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ് പൂർണ്ണമായും അപകടനില തരണം ചെയ്തത്. ആ കുട്ടി ഇന്നലെ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ നടക്കുന്ന ആ സംഭവത്തിൽ നിന്നുള്ള ഞെട്ടിൽ നിന്ന് നാടിപ്പോഴും മുക്തി നേടിയിട്ടില്ല. പ്രിയപ്പെട്ടവരായിട്ടുള്ള 9 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. അവരുടെ മൃതദേഹങ്ങൾ ഏതാണ്ട് 9 മണിയോടുകൂടി ഇപ്പോൾ മലപ്പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഷാരിഖ് നൽകുന്ന വിവരം. അതിനുശേഷമായിരിക്കും പൊതുദർശനം നടക്കുക. എന്തായാലും ഇപ്പോൾ 4 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ ഒരു കുട്ടി അപകടനില തരണം ചെയ്തതായി പറയുന്നു. മറ്റുള്ളവർ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഈ മൃതദേഹങ്ങൾ നിലവിൽ കോയമ്പത്തൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ പള്ളിപ്പറമ്പ് GLP സ്കൂളിലാണ് പൊതുദർശനം നടക്കുക. ഇതിനുശേഷമായിരിക്കും വീടുകളിലേക്ക് കൊണ്ടുപോവുക. ഷാരിഖ് തുടർന്നുണ്ട്. ഷാരിഖ്, ഈ പരിക്കേറ്റവരുടെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
അമൽ, പരിക്കേറ്റ 4 പേരിൽ 3 പേരും ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഒരു കുട്ടി മാത്രമാണ്, അത് 11 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് അപകടനില പൂർണ്ണമായും തരണം ചെയ്ത് അവരുടെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിൽ തന്നെ കോട്ടക്കലിലുള്ള ആശുപത്രിയിൽ, അതായത് കിംസ് ആശുപത്രിയിലേക്ക് ആ കുട്ടി ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു. രാത്രി ഇവിടെ നിന്ന് 11:30 കൊണ്ടുപോയി ഏകദേശം 2 മണിയോടുകൂടി ആ കുട്ടി കിംസ് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. ആ കുട്ടിയെ അവിടെ വിദഗ്ധ ചികിത്സയ്ക്കായി ആണ് കൊണ്ടുപോയത്. ആ കുട്ടിക്ക് സർജറി ഉൾപ്പെടെ ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയുടെ സ്വന്തം ഉപ്പ വന്ന് അവരുടെ ബന്ധുക്കൾ എത്തി ആ കുട്ടിയെ കൊണ്ടുപോയത്. അത്തരത്തിൽ ഈ ബാക്കി 3 പേരുടെ അപകടനില തരണം ചെയ്തെങ്കിലും അവരുടെ പരിക്കുകൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഈ സർക്കാർ, അതായത് ചികിത്സാ സഹായം ഉൾപ്പെടെ കേരള സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നുള്ള ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഇവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് സർക്കാരിൻ്റെ വലിയൊരു കൈത്താങ് ഇതിലൊപ്പം ഉണ്ടായിരുന്നു. കാരണം അവരുടെ വലിയൊരു സഹകരണം ഈ സംഭവത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ അവർ വലിയ ഇടപെടലുകൾ നടത്തി. അതുപോലെ തന്നെ അവരുടെ സർക്കാരിൻ്റെ സ്വന്തം ആംബുലൻസുകളിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് പാലക്കാട് വരെ തമിഴ്നാട് പോലീസിൻ്റെ അകമ്പടിയാണ് ഉണ്ടാകുക. അവിടെ നിന്ന് ആണ് കേരള പോലീസ് അകമ്പടി സ്വീകരിച്ച് പിന്നീട് മലപ്പുറത്തേക്ക് പോവുക. അത്തരത്തിൽ വലിയൊരു തമിഴ്നാട് സർക്കാരിൻ്റെ വലിയൊരു സഹകരണം തന്നെ ഈ അപകടത്തിനൊപ്പം ഇവർ മരിച്ചവർക്കൊപ്പം അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരാൻ ഉൾപ്പെടെ ഉണ്ടായി. ഇന്നലെ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഈ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ കോയമ്പത്തൂർ ജില്ലാ കളക്ടർ, കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവി, അതുപോലെ തന്നെ പൊള്ളാച്ചിയിലെ MLA, അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികളെല്ലാം എത്തിച്ചേർന്നിരുന്നു. ഇവർ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഏകോപനം ഉൾപ്പെടെ നടത്തിയിരുന്നു. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, MLA KT ജലീൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ വലിയ ഇടപെടലുകൾ 2 സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് തന്നെ 9 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനും ഈ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും അവരുടെ സ്വന്തം നാട്ടിലേക്ക് കബറടക്കത്തിനായി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇനി 4 മൃതദേഹങ്ങളുടെ ചടങ്ങുകൾ കൂടി പൂർത്തീകരിക്കും. ഉടനെ തന്നെ ഈ പൊള്ളാച്ചി ഹൈവേയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരുമിച്ചായി പോലീസിൻ്റെ അകമ്പടിയോടുകൂടി 9 ആംബുലൻസുകളും ഒരുമിച്ച് മലപ്പുറം പാങ്ങിലേക്ക് പുറപ്പെടും. എന്തായാലും വലിയൊരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. കാരണം വിനോദസഞ്ചാരത്തിനായി വാൾപ്പാറയിൽ എത്തിയതായിരുന്നു ഈ 13 അംഗ സംഘം. അതിൽ 9 പേർ ജീവനില്ലാതെയാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത്. ബാക്കി 4 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നു. അത്തരത്തിൽ ഒരു വിനോദ സഞ്ചാര യാത്ര, ആഹ്ലാദത്തോടെയുള്ള യാത്ര സങ്കടകരമായ യാത്രയായി മാറി. വലിയ ദുഃഖം ആണ് ഇന്നലെ നമുക്ക് എല്ലാവരുടെയും കാണാൻ കഴിഞ്ഞത്. ആളുകൾ, അവർക്കൊന്നും പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഒരു ചെറിയ പാങ്ങെന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു GLP സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും അതുപോലെ തന്നെ അവരുടെ അധ്യാപകരും ഒക്കെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അത്തരത്തിൽ ആ സ്കൂളിലെ പകുതിയിലേറെ അധ്യാപകരാണ് മരിച്ചത്. വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് അമൽ ഈ സമയത്ത് പറയാൻ. തുടർന്നും ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടിയുണ്ട്. അദ്ദേഹം വാൽപ്പാറയിൽ ഈ അപകടം നടന്ന സ്ഥലത്താണ് ശ്രീജിത്ത് ഉള്ളത്. ശ്രീജിത്ത്, ഇന്നലെ എത്ര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്? 13-ാം വളവിലാണ് നിന്നാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ട് താഴേക്ക് മറിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. അമൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വാൽപ്പാറയിലെ, പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന 9-ാം വളവിലാണുള്ളത്. ആ 9-ാം വളവിലെ ദൃശ്യങ്ങളാണ്. ഇതാണ് ആ ട്രാവലർ. ഈ ട്രാവലറാണ്, ക്ഷമിക്കണം, ആ മിനി വാൻ. ഈ മിനി വാനാണ് ഏതാണ്ട് തകർന്ന് തരിപ്പണമായി എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന തരത്തിലേക്കാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഇതൊരു മിനി വാനാണ്. ഇതിനകത്ത് കുറച്ച് ആളുകൾ സഞ്ചരിച്ചിരുന്നു. ഈ വാഹനമാണ് മലപ്പുറം പാങ്ങിൽ നിന്ന് പുറപ്പെട്ടത് എന്നൊക്കെ നമ്പർ നോക്കി തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിന് തൊട്ടുമുകളിലുള്ള പ്രദേശത്ത് നിന്ന്, അതായത് 13-ാം നമ്പർ വളവിൽ നിന്നാണ് ഈ വാഹനം നിലത്തേക്ക് പതിക്കുന്നത്. അതൊരു മേഖലയിലൂടെ ഏതാണ്ട് 800 അടി താഴ്ചയിൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ കഴിയില്ല. കുറച്ച് പകൽ വെളിച്ചത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ, മുകളിലെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. അതിഭീകരമാണ്. ഇന്നലെ രാത്രിയോടുകൂടി നമ്മളിവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആ പ്രദേശം കണ്ടിരുന്നു. അത്ര കണ്ട് അതിന് മുകളിൽ നിന്നാണ് ഈ വാഹനം ഇവിടേക്ക് നിലം പതിച്ചിരിക്കുന്നത്. ഏതാണ്ട് 13 പേർ, അതിൽ 9 പേരുടെ ജീവനാണ് അതോടുകൂടി ഇല്ലാതായത്. വാഹനം ഒട്ടുമില്ല. അതായത് ഇനി ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി ഒരു മൂലക്കിട്ട് കഴിഞ്ഞാൽ അത് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂർണ്ണമായി പൊളിഞ്ഞടുങ്ങിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം ഈ കൂടെ
കണ്ടു വന്നു നിന്ന ആളുകൾക്കൊന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അപ്പുറത്തേക്കാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവിടെ റിക്കവറി വാനെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ഇത് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് അതിൽ ചില ബാഗുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം. തൊട്ടപ്പുറത്തെ ഒരു ഭക്ഷണം പാചകം ചെയ്ത പാത്രങ്ങളും ഒക്കെ കാണാം. അപ്പോൾ അത്ര കണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഈ സംഘം ഇവിടേക്ക് വന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതാണ് അവരൊരു അന്ത്യയാത്ര അല്ലെങ്കിൽ ഒരു മരണയാത്രയായൊക്കെ മാറിയത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്, ഇനി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ മറ്റെന്തെങ്കിലും ഈ വാഹനത്തിന് പിഴവുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. അതെന്തായാലും ഇന്ന് ആ പരിശോധനകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്ത് പരിശോധനകൾ നടത്തിയാലും ആരുടെ ഭാഗത്താണ് പിഴ എങ്കിലും 13 പേർ സഞ്ചരിച്ചൊരു വാഹനം, അതിൽ 9 പേർക്ക് ദാരുണാന്ത്യം എന്ന തരത്തിലൊക്കെ പറയുന്ന സമയത്ത് അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി ഒരു വിനോദയാത്ര, അത് ആളിയാർ ഡാം തൊട്ട് താഴെ നമുക്ക് മനോഹരമായ ദൃശ്യമാണ് ആളിയാർ ഡാമിൻ്റേത്. നിലം പുരർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതുകൂടി നമുക്ക് കാണിക്കാൻ കഴിയുമായിരിക്കും. ഈ ബെൻഡ് തിരിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളിയാർ ഡാമാണ്. ആ ആളിയാർ ഡാം കൂടി കണ്ടതിന് ശേഷം തിരിച്ച് പൊള്ളാച്ചി വഴി അവർക്ക് മലപ്പുറത്തേക്ക് മടങ്ങാനുള്ള സമയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ തൊട്ട് മുൻപ് തന്നെ ഈ വാഹനം നിലംപതിക്കുകയായിരുന്നു. അത് വലിയൊരു ശബ്ദത്തോടു കൂടി, ദൃക്സാക്ഷികളടക്കം ഈ കണ്ട ആളുകളടക്കം പറയുന്നത് വലിയൊരു ശബ്ദത്തോടു കൂടി നിലത്തേക്ക് നിലം പതിച്ചു എന്നാണ്. ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി കൂടിയേനെ എന്നാണ് പറയുന്നത്. എന്തായാലും പപ്പടം പോലെ പൊടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ മാർക്കറ്റുകളിലൊക്കെ, കോയൽമന്ദം മാർക്കറ്റിലും അതുപോലെ തന്നെ പട്ടാളം മാർക്കറ്റിലൊക്കെ പൊളിക്കാനിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു ദൃശ്യം പോലെയാണ് എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും സങ്കടകരമാണ്, അതിദാരുണമാണ്. മൃതദേഹങ്ങളെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നാണ് ഷാരിഖ് അറിയിക്കുന്നത്. ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള ആളുകൾക്ക് ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അമൽ, സാധിച്ചിട്ടുണ്ട്. അപ്പോഴും എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്? അപകടം നടന്ന അപ്പോൾ തന്നെ സമീപത്ത് ആളുകൾ ഉണ്ടായിരുന്നോ? അവർ പെട്ടെന്ന് തന്നെ ഇടപെട്ടോ? എങ്ങനെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടന്നത്? ഇന്നലെ ആ ഒരു പ്രതികരണം, ആ ദൃക്സാക്ഷിയായ ആ സ്ത്രീയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു അമൽ. അവർ അപ്പോൾ തന്നെ പറയുന്നത് ആ മേഖലയിൽ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം തൊട്ടപ്പുറത്തൊക്കെ വാഹനങ്ങൾ വരുന്ന മേഖലയാണ്, അതുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തിയത് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു. താഴത്ത് നിന്ന് പൊള്ളാച്ചി ആളിയാർ ഭാഗത്ത് നിന്ന് പൂർണ്ണമായി പോലീസ് സംവിധാനം ഇവിടേക്ക് ചേരുന്നുണ്ടായിരുന്നു. വാഹന ഗതാഗതമടക്കം നിയന്ത്രിച്ചുകൊണ്ട് അവർ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീണ് കിടക്കുന്നുണ്ടോ? ഈ പറയുന്ന കാടുകളുടെ ഈ കുന്നിൻ ചെരുവാണത്, ഒരു ഹെയർപിൻ വളവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ ഈ മേഖലയിൽ കിടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തി. പക്ഷേ ആ തരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറത്തേക്ക് കുറേ പേർ തെറിച്ചു വീണിരുന്നു. മൃതദേഹങ്ങൾ പലതും ഇതിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിഭീകരമായൊരു കാഴ്ചയായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് ആദ്യഘട്ടത്തിൽ ആ മൊബൈൽ ക്ലിപ്പുകൾ ലഭിച്ച സമയത്ത് അതിഭീകരമായിരുന്നു. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനമൊക്കെ പെട്ടെന്ന് തന്നെ നടത്തിയത് 6 മണിയോടുകൂടി തന്നെ എല്ലാവരെയും തന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവർ ഇവിടുത്തുകാരാണ് എന്ന തരത്തിലൊക്കെ ഉള്ള പരിശോധനകളൊക്കെ നടത്താൻ വീണ്ടും സമയമെടുത്തു. ഈ വാഹനത്തിൻ്റെ നമ്പർ അടക്കം KL 1011 എന്ന തരത്തിലുള്ള നമ്പർ അടക്കം കാണാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണത് മറ്റ് രജിസ്ട്രേഷൻ, ഇത് ഒരുപക്ഷെ മലപ്പുറമാണോ കോഴിക്കോടാണോ സംശയമടക്കം ഉണ്ടായത്. കോഴിക്കോട് രജിസ്ട്രേഷൻ മിനി വാനാണ്. KL 11 AM 72 ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അതിദാരുണമായ സംഭവം. എന്തായാലും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നാണ് പറയുന്നത്. ഇനി വാഹനങ്ങളുടെ തുടർ പരിശോധന നടപടിക്രമങ്ങൾ ഇന്ന് ഉണ്ടാകും. അതിന് മോട്ടോർ വാഹന വകുപ്പ് അടക്കം നേതൃത്വം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് പോലെ ദ ബ്ലഡി സ്വീറ്റ് എന്നാണ് ഈ വാഹനത്തിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു അക്ഷരാർത്ഥത്തിലൊരു സംഭവം പോലെ തന്നെയായി, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യം പോലെ തന്നെയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വാൾപ്പാറയിലെ 9ാം വളവിൽ, ഹെയർപിൻ വളവിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്നത്. അമൽ. ശരി ശ്രീജിത്ത്, എന്തായാലും നാടിപ്പോഴും ആ അപകടത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഉള്ളത്. സ്കൂൾ അവധിക്കാലത്തെ വിനോദയാത്രയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത്. വൻ ദുരന്തം നേരിൽ കണ്ടതിൻ്റെ ആ വിറയൽ ദൃക്സാക്ഷികൾക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.